സമസ്ത മദ്രസ 5ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ 2 പാദവാർഷിക പരീക്ഷ മോഡൽ ചോദ്യപേപ്പറുകൾ, അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ വിഷയങ്ങളുടെയും ചോദ്യപേപ്പറുകൾ ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കാം. ഒന്നാമത്തത് യോജിപ്പിക്കാം. സൈനുദ്ദീൻ മഖ്ദൂം, സഹ്ലു ബിനു ഹൻളലിയ, ഇഖ്ലാസ്, റിദ്ദത്ത് സംഭവിച്ചയാൾ, പിശാചുക്കളിലെ ധിക്കാരി, ഇപ്പുറത്ത് മുർത്തദ്, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കൽ, ഡമസ്കസ്, ഇബിലീസ്, അഖ്ലിസ് വദ അല്ലാ തുരീദ. ഇതാണ് യോജിപ്പിക്കാനുള്ളത്. നോക്കാം. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അഖ്ലിസ് വദ അല്ലാ തുരീദ എന്നത് അദ്ദേഹം രചിച്ച കവിതയാണ്. രണ്ടാമത്തത് സഹ്ലു ബിനു ഹൻളലിയ, അദ്ദേഹം ഒരു സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ നാട് ഡമസ്കസിലാണ്. മൂന്നാമത്തത് ഇഖ്ലാസ്. എന്താ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കലാണ്. നാലാമത്തത് റിദ്ദത്ത് സംഭവിച്ചയാൾ, അയാൾക്ക് എന്താ പിന്നെ പറയാ? മുർത്തദ് എന്ന് അയാളെ പറയാ. പിശാചുക്കളിലെ ധിക്കാരി, അതാരാ? അത് ഇബിലീസ് ആണ്. രണ്ടാമത്തത് 3 വീതം എഴുതാം. 3 എഴുതിയാൽ മതി. പക്ഷെ നമ്മൾ ഇവിടെ 3 മാത്രമല്ല, ഇതിനെക്കുറിച്ച് നമ്മുടെ കിതാബിൽ എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെയും പറയുന്നുണ്ട്. അതിൽ പരീക്ഷക്ക് 3 മാത്രം എഴുതിയാൽ മതി. ഒന്നാമത്തത് തഖ്വ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങളിൽ 3 എഴുതാനാണ്. എന്തൊക്കെയാണ് തഖ്വ കൊണ്ടുള്ള ഗുണങ്ങൾ? അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കൽ, അള്ളാഹുവിൽ നിന്ന് ഇൽമ് ലഭിക്കൽ, പ്രയാസങ്ങൾ നീങ്ങൽ, പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഉപജീവനം ലഭ്യമാവൽ, ഇഹലോകത്തും പരലോകത്തും ആദരവ് ലഭിക്കൽ, പാപമോചനം നേടൽ, നരകമോചനം നേടൽ, സ്വർഗപ്രവേശനം ലഭിക്കൽ. 8 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ പുസ്തകത്തിൽ. ഇതിൽ 3 മാത്രം എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും. അടുത്തത് രണ്ടാമത്തത് റിദ്ദത്തിന്റെ കാരണങ്ങളിൽ 3 എഴുതുക. അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകരെ നിഷേധിക്കുക, അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യുക, 5 നേരത്തെ ഫർള് നിസ്കാരം പോലെയുള്ള കാര്യങ്ങളെ നിഷേധിക്കുക, വിവാഹം, കച്ചവടം പോലെയുള്ള ഇസ്ലാമിൽ ഹലാലായ കാര്യങ്ങൾ ഹറാമാണെന്ന് പറയുക, വ്യഭിചാരം, മദ്യപാനം പോലുള്ള ഇസ്ലാമിൽ ഹറാമായ കാര്യങ്ങളെ ഹലാലാണെന്ന് പറയുക, മുസ്ലിമിനെ കാഫിറാക്കുക, ശർഈ ഇൽമുകൾ എഴുതപ്പെട്ടതിനെ മാലിന്യത്തിലിടുക എന്നിവ റിദ്ദത്തിന്റെ കാരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇതിൽ 3 മാത്രം എഴുതിയാൽ മതി. ഇതൊക്കെ റിദ്ദത്ത് വരാനുള്ള കാരണങ്ങളാണ്. ഇനി പൂർത്തിയാക്കാം, ബാക്കി എഴുതി കൊടുക്കാനാണ്. വസ്ത്രം ഔറത്ത് മറയുന്നതാവണം. രണ്ടാമത്തത് പുരുഷൻ നെരിയാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം ധരിക്കരുത്. മൂന്നാമത്തത് പുരുഷൻ പട്ട്, സ്വർണം, വെള്ളി എന്നിവ ധരിക്കരുത്. എന്നാൽ ഒരു വെള്ളി മോതിരം ധരിക്കൽ സുന്നത്താണ്. നാലാമത്തത് പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. ഇനി വ്യക്തമാക്കാനാണ്. ഹുറൈമുൽ അസദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുത്തിയ 2 ശീലങ്ങൾ ഏതൊക്കെയായിരുന്നു? മുടിയുടെ നീളം കുറക്കുകയും ഉടുമുണ്ട് കയറ്റി ഉടുക്കുകയും ചെയ്ത ഈ 2 ശീലങ്ങളായിരുന്നു നബി തങ്ങൾ തിരുത്തിയത്. അടുത്തത് മുർത്തദ്ദായാൽ സംഭവിക്കുന്ന നഷ്ടങ്ങൾ വ്യക്തമാക്കുക. മുർത്തദ്ദായാൽ അതുവരെ ചെയ്ത എല്ലാ നന്മകളുടെയും പ്രതിഫലം നഷ്ടപ്പെടും. രണ്ടാമത്തത് അവന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കുകയോ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ അവനെ മറവ് ചെയ്യുകയോ ഇല്ല. അവനെ ശാശ്വതമായി നരകത്തിൽ വസിക്കുകയും ചെയ്യും. അവൻ എല്ലാ കാലത്തും അവന് നരകത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്ക് വരൂല. ആര്? മുർത്തദ്. ഉത്തരം എഴുതാം. ഇഖ്ലാസ് എന്നാൽ എന്ത്? എന്താണ് ഇഖ്ലാസ്? നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. രണ്ടാമത്
ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസ് ഏതാണ്? അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക എന്നത് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസ് ആണ്. അടുത്ത ചോദ്യം, തഖ്വ എന്നാൽ എന്ത്? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. അടുത്തത്, പിശാചുക്കളിലെ ഏറ്റവും വലിയ ധിക്കാരി ആരാണ്? അത് ഇബ്ലീസ് ആണ്. അടുത്തത്, പൂരിപ്പിക്കാം, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തത്, വമാ ഉമിറു ഇല്ലാ ഡേഷ് മുഖ്ലിസീന ലഹുദ്ദീൻ. എന്താണ്? വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. രണ്ടാമത്തത്, ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദമി. മൂന്നാമത്തെ ബൈത്താണ്, തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ വതിബാഉ അഹ്വാ റഅസു ശർരി ഹബാഇലാ. ഇതാണ് പൂരിപ്പിക്കാനുള്ളത്. ഇനി ക്രമത്തിലാക്കാം. വഖാലിഖിൻ നാസ ബിഖുലുഖി ഹസനിൻ ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ. ഇതാണ്. ഇത് ക്രമത്തിലല്ല കൊടുത്തിരിക്കുന്നത്, ഇത് നമ്മോട് ക്രമപ്പെടുത്താനാണ് പറയുന്നത്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖി ഹസനിൻ. സാരം എഴുതാം, അർത്ഥം എഴുതാനാണ്. എന്ത്? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇതിന്റെ അർത്ഥം എഴുതാനാണ്. അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കാം. ആദ്യത്തെ പ്രവർത്തനം യോജിപ്പിക്കാം. ആദ്യ കോളങ്ങളിൽ ഉള്ളത്, മൂന്നാം സ്ഥാനത്തുള്ള ഇഖ്ലാസ്, ജിന്നുകളെ പടച്ചത്, അള്ളാഹുവിന്റെ സന്നിധിയിൽ ആദരവുള്ളവർ, പുരുഷന് സുന്നത്തുള്ളത്, ദാരിദ്ര്യം വരാതിരിക്കാൻ. ഇപ്പുറത്ത് സൂറത്തുൽ വാഖിയ ഓതൽ, തഖ്വ ഉള്ളവർ, വെള്ളിമോതിരം, തീ കൊണ്ട് ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകണമെന്ന ലക്ഷ്യത്തോടെ സൽക്കർമ്മം ചെയ്യൽ. ഇവയാണ് യോജിപ്പിക്കാനുള്ളത്. ഒന്നാമത്തത്, മൂന്നാം സ്ഥാനത്തുള്ള ഇഖ്ലാസ്. അതേതാ? ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകണമെന്ന ലക്ഷ്യത്തോടെ സൽക്കർമ്മം ചെയ്യൽ. രണ്ടാമത്തത്, ജിന്നുകളെ പടച്ചത് തീ കൊണ്ടാണ്. അള്ളാഹുവിന്റെ സന്നിധിയിൽ ആദരവുള്ളവർ, അവർ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. പുരുഷന് സുന്നത്തുള്ളത്, അത് വെള്ളിമോതിരം. ദാരിദ്ര്യം വരാതിരിക്കാൻ സൂറത്തുൽ വാഖിയ ഓതൽ. എല്ലാ ദിവസവും രാത്രി സൂറത്തുൽ വാഖിയ ഓതൽ, അവിടെ അവനക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. രണ്ടാമത്തെ പ്രവർത്തനം, മൂന്നെണ്ണം വീതം എഴുതാം. മൂന്നെണ്ണം എഴുതിയാൽ മതി. ഇവിടെ മൂന്നെണ്ണം അല്ല, ഈ വിഷയത്തെ കുറിച്ച് നമ്മുടെ കിതാബിൽ എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെയും പറയുന്നുണ്ട്. ജിന്നുകളുടെ സവിശേഷതകളിൽ ഇത് മൂന്നെണ്ണം എഴുതാനാണ്. എന്തൊക്കെയാണ് ജിന്നുകളുടെ സവിശേഷത? തീ കൊണ്ടാണ് അള്ളാഹു ജിന്നുകളെ സൃഷ്ടിച്ചത്. ജിന്നുകൾക്ക് ഏത് രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയും. അവർ ഭക്ഷണം കഴിക്കും. എത്ര പ്രയാസമുള്ള ജോലികളും എളുപ്പത്തിൽ ചെയ്യാൻ അവർക്ക് കഴിയും. അവരിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവർ വിവാഹം ചെയ്യാറുണ്ട്. അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകും. അവർക്ക് നമ്മെ കാണാൻ കഴിയും. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകളിലേക്ക് കൂടിയുള്ള പ്രവാചകരാണ്. മനുഷ്യരെ പോലെ മതനിയമങ്ങൾ ജിന്നുകൾക്കും ബാധകമാണ്. അവരിൽ വിശ്വാസികളും അല്ലാത്തവരും ഉണ്ട്. ഇതാണ് ജിന്നുകളുടെ വിശേഷണങ്ങൾ, സവിശേഷതകൾ. ഇതിൽ നിന്ന് മൂന്നെണ്ണം എഴുതാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, മൂന്നെണ്ണം വീതം എഴുതാം എന്നതിലെ രണ്ടാമത്തെ ചോദ്യം, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മൂന്നെണ്ണം എഴുതാനാണ്. വസ്ത്രം ഔറത്ത് മറയുന്നതാവണം, വൃത്തിയുള്ളതാവണം, ദുർമാർഗികളെ അനുകരിക്കരുത്, സ്ത്രീ തലമുടി കളയരുത്, പുരുഷൻ തലമുടി പിരടി വിട്ട് നീട്ടരുത്, ക്രോപ്പ് ചെയ്യരുത്,
അവയവങ്ങളുടെ ആകൃതിയും അളവും പ്രകടമാകുന്ന ഇടുങ്ങിയ വസ്ത്രം ധരിക്കരുത്. ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിക്കരുത്. പുരുഷൻ നെരിയാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം ധരിക്കരുത്. പുരുഷൻ പട്ട്, സ്വർണം, വെള്ളി എന്നിവ ധരിക്കരുത്. എന്നാൽ ഒരു വെള്ളി മോതിരം ധരിക്കൽ പുരുഷന് സുന്നത്താണ്. ഇത്രയും കാര്യങ്ങൾ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. ഇതിൽ 3 മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് പൂർത്തിയാക്കാം, ബാക്കി എഴുതി കൊടുക്കാനാണ്. മുർത്തദ്ദായാൽ അതുവരെ ചെയ്ത എല്ലാ നന്മകളുടെയും പ്രതിഫലം നഷ്ടപ്പെടും. രണ്ടാമത്, അവന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കുകയോ മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ അവനെ മറവ് ചെയ്യുകയോ ഇല്ല. ആരെ? മുർത്തദിനെ. മൂന്നാമത്, മുർത്തദ്ദായവൻ ഉടനെ ഇസ്ലാമിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. വ്യക്തമാക്കാം. ഒന്നാമത്തത്, തന്റെ വേഷത്തിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൃപ്തി പ്രകടിപ്പിച്ചത് അറിഞ്ഞപ്പോൾ ഖുറൈബ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്തായിരുന്നു? ഉടനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമാകുന്ന വിധത്തിൽ മുടിയുടെ നീളം കുറക്കുകയും ഉടുമുണ്ട് കയറ്റി ഉടുക്കുകയും ചെയ്തു. രണ്ടാമത്തത്, ആരാകുന്നു ശൈത്വാന്മാർ? ശൈത്വാൻ ആരാ? ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ശൈത്വാന്മാർ, അതായത് പിശാചുക്കള്. ഉത്തരം എഴുതാം. സൂറത്തുൽ വാഖിയ ഓതിയാൽ ഉള്ള നേട്ടം എന്താണ്? ദാരിദ്ര്യം വരാതിരിക്കാനായാണ് സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും രാത്രി പാരായണം ചെയ്യേണ്ടത്. രണ്ടാമത്, ഹിക്മത്തിന്റെ അറിവുകൾ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കി കൊടുക്കും. ആർക്ക്? 40 ദിവസം ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്താൽ അവർക്ക്. മൂന്നാമത്തത്, അള്ളാഹുവിന്റെ സന്നിധിയിൽ ഏറ്റവും ആദരവുള്ളവർ ആരാ? ഏറ്റവും തഖ്വ ഉള്ളവരാണ് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഏറ്റവും ആദരവുള്ളവർ. 4, ജിന്നുകൾ എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്? അവര് തീ കൊണ്ടാണ് അള്ളാഹു ജിന്നുകളെ സൃഷ്ടിച്ചത്. പൂരിപ്പിക്കാം, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ലിയഅ്ബുദൂൻ. രണ്ടാമത്, ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. മൂന്നാമത്തെ ബൈത്താണ്. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിത്വാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. ഇനി ക്രമത്തിലാക്കാം. അത്ഖാകും ഇൻദല്ലാഹി ഇന്ന അക്രമക്കും. ഇത് ക്രമത്തിൽ എഴുതാനാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. സാരം എഴുതാം, അർത്ഥം എഴുതാനാണ്. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇതിന്റെ അർത്ഥം എഴുതാനാണ്. എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ എന്നതാണ് അതിന്റെ അർത്ഥം.